വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഹോൾ പ്രൊഡക്ട്സ് ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവരുടെ തന്നെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 310, അതായത് 310 ഫൗണ്ടേഷൻ വിത്ത് ക്ലേ ആണ്. SPF 22 ഇൻക്ലൂഡഡ് ആണ്. ദെൻ മാറ്റ് ഫിനിഷ്, പോർലെസ് ആയിട്ടുള്ള ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഏത് സ്കിൻ ടൂൺ ഉള്ളവർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ടൂൺ ഡസ്കി ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു 310 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മേബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ നമ്മുടെ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റിൻ്റെ മെയിൻ ബെനിഫിറ്റ് മാറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷാണ് നൽകുന്നത്. അതേപോലെ തന്നെ പോർലെസ് ആണ്. ദെൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ഷെയ്ഡ്സ് നമ്മളിവിടെ കാണുന്നുണ്ട്, ഐവറി, വാംന്യൂഡ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഏത് സ്കിൻ ടൂണുകാർക്കാണ് എക്സാക്റ്റ് മാച്ച് എന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഐവറി ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൂൺ ഫെയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അണ്ടർ ടൂൺ നോക്കുകയാണെങ്കിൽ കൂളായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഷെയ്ഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഫിറ്റ്മിയുടെ തന്നെ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഷെയ്ഡ് വരുന്നത് 128 വാംന്യൂഡാണ്. അപ്പോൾ ഇത് വാം ആയിട്ടുള്ള അണ്ടർ ടൂൺ ഉള്ള ആൾക്കാർക്ക്, അതായത് ഫെയറിൽ വാം അണ്ടർ ടൂൺ വരുന്നവർക്കാണ് മാച്ചിങ് ആയിട്ടുള്ളത്. അല്ലാതെ ഫെയർ ടൂണിൽ കൂൾ അണ്ടർ ടൂൺ വരുന്ന ആൾക്കാർക്കല്ല ഇത് മാച്ചിങ് ആയിട്ട് വരുന്നത്. നമ്മുടെ സ്കിൻ ഇപ്പോൾ ഫെയർ ആണെങ്കിൽ 128, 115 ആ ഒരു ഷെയ്ഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഫെയർ ടൂൺ അല്ല, കുറച്ചൊരു മീഡിയം ആണെങ്കിൽ ഒരു 200 ആ ഒരു റേഞ്ചിൽ വരുന്ന ഷെയ്ഡ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഡസ്കി ആണെങ്കിൽ 300, 310 ആ ഒരു 300 എബോവ് വരുന്ന റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ എടുക്കാൻ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത നമ്മുടെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ 115 ഐവറി, അതായത് 115 ഐവറി ആണ്. അപ്പോൾ ഇത് ഏത് അണ്ടർ ടൂൺകാർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂളായിട്ടുള്ള അണ്ടർ ടൂൺ ആണ്. അതേസമയം ഫെയർ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. പക്ഷേ ഫെയർ ആണ്, നിങ്ങളുടെ അണ്ടർ ടൂൺ വാം ആണെങ്കിൽ പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഐവറി പ്രൊഡക്റ്റ് എടുക്കരുത്. എക്സാക്റ്റ് ഐവറി എടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഐവറി പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഐവറി ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു സ്കിന്നുമായിട്ട് കോമ്പിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ 12 ഹവേഴ്സ് വരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ 8 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് വരുന്നത് 199 രൂപയാണ്. അത് ഏത് ഷെയ്ഡിനാണെങ്കിലും സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാറ്റ് പോർലെസ് ആയിട്ടുള്ള പൗഡറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് മേബിലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജലാണ്. അപ്പോൾ ഈ ഒരു കാജൽ നോർമൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ നമ്മുടെ കണ്ണിൽ എഴുതാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. 24 ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ആലോവേറ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐസിന് പ്രത്യേകിച്ച് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. മാറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് സെറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കേട്ടോ. ഒരു കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ലാക്മി ആയിട്ട് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ലാക്മിയുടെ ഐക്കോണിക് നമുക്കറിയാം ഒരു നല്ലൊരു ബ്ലാക്ക് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും നല്ലൊരു ബ്ലാക്ക് സെറ്റ് ബ്ലാക്ക്, അത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു മേബിലിന്റെ കൊളോസലുമായിട്ട് കമ്പാരിസൺ ചെയ്തപ്പോൾ ഫീൽ ചെയ്ത കാര്യം. ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു കാജൽ നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് എത്ര നേരം ലോങ് വെയർ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ 24 ഹവേഴ്സ് വരെ ലോങ് വെയർ ആണ്. അതേപോലെ തന്നെ സ്മജ് ഫ്രീ ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അലോവേറ എക്സ്ട്രാക്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നോർമലി അലോവേറ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഐസിന് അല്ലെങ്കിൽ സ്കിന്നിനൊക്കെ ഹൈഡ്രേഷനൊക്കെ നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അലോവേറ എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മേബിലിന്റെ കാജൽ നമുക്ക് കണ്ണിൽ എഴുതുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. അതേപോലെ തന്നെ ലൈറ്റ് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. പിന്നെ നമുക്ക് ആ ഒരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.